ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് NTPCയുടെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഒഫീഷ്യൽ നോട്ടീസ് സെപ്റ്റംബർ 14 വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട് അല്ലേ. ഒരു മാസ് സിലബസ് ആണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ടോപ്പിക്സ് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് സെഷൻ അല്ലേ. കറണ്ട് അഫയേഴ്സ് സെഷനിൽ നിന്ന് നല്ലൊരു വെയിറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്ക് മാത്രമല്ല, നല്ല ഒരു പണി കിട്ടുന്ന ടോപ്പിക് കൂടിയാണ് അല്ലേ. നല്ല രീതിക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിയും കിട്ടും. കാരണം ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുക അല്ലേ കറണ്ട് അഫയേഴ്സ്. അതുപോലെ ഇപ്പം മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റംസാർ സൈറ്റ്സ്, അങ്ങനെ എന്ത് വേണം ആയിക്കോട്ടെ, അതൊക്കെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. അപ്ഡേറ്റ് ആവാൻ എന്താ വഴി? അപ്ഡേറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ നോട്ടൊക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കുക. നിങ്ങൾ നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ഒന്നുകിൽ ബുക്ക് നോക്കി പഠിച്ച് നോട്ട് എഴുതും, അല്ലെങ്കിൽ ക്ലാസ് നോക്കി പഠിച്ച് നോട്ട്സ് എഴുതും അല്ലേ. അപ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് കളേഴ്സൊക്കെ ഉള്ള പെൻസൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ റിവിഷൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരേ കളർ പേനയൊക്കെ ഇട്ട് വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും കാണൂല പിന്നും ആ ബുക്ക് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് നിങ്ങൾ ആ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്കമിങ് എക്സാംസിന് വേണ്ടിയിട്ടും അത് നല്ല രീതിക്ക് ഉപകാരപ്പെടുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ഒന്നും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു നഷ്ടമായി മാറില്ല. കറണ്ട് അഫയേഴ്സ്, GK തുടങ്ങിയ ഒന്നും ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു നഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് റിവിഷൻ, അത് മസ്റ്റാണ്. റിവിഷൻ ചെയ്യണം. നിങ്ങൾ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച റിവിഷൻ ചെയ്യുക. ആ റിവിഷൻ ചെയ്യുന്ന ടൈമിൽ ഇത് മാറിക്കാണോ, ഈ ചീഫ് മിനിസ്റ്റർ ഇപ്പം മാറിക്കാണോ എന്നുള്ളൊരു ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക. മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നോട്ടിൽ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെയാണ് നിങ്ങൾ അപ്ഡേറ്റ് ആയി പോവേണ്ടത്. അപ്പം നിങ്ങൾക്ക് റിവിഷനും ആവും, അപ്ഡേറ്റഡും ആവും. ഓക്കെ ആണോ? ഇങ്ങനെയാണ് പഠിച്ചു പോവേണ്ടത്. ഓക്കെ. അപ്പോൾ NTPC എക്സാംസ് വരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോകണം. അപ്പോൾ നല്ലൊരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. NTPCയിൽ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ഒട്ടും ലാഗടിക്കാതെ നമ്മുടെ ആ ഒരു സെഷനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ട്രൈ? ട്രൈയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. TRAI, ട്രൈയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? PD വാഘേലയാണോ, സുനിൽ ശർമ്മയാണോ, അനിൽകുമാർ ലഹോട്ടിയാണോ, അത് ഇവയിൽ ആരും അല്ലേ? ഏതായിരിക്കും ആൻസർ? നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് ഏതാ തോന്നുന്നു പറയണേ. ആൻസർ പറയട്ടെ. ആൻസർ അനിൽകുമാർ ലഹോട്ടിയാണ് കേട്ടോ. ആൻസർ എന്താണ്? അനിൽകുമാർ ലഹോട്ടിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പൊ ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രൈ എന്ന് പറഞ്ഞാൽ? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ട്രൈ എന്ന് പറയുന്നത്. എന്താണ് ട്രൈ എന്ന് പറയുന്നത്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ട്രൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ചെയർമാനെ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? അനിൽകുമാർ ലഹോട്ടിനെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ട്രൈ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ആക്ടിന്റെ അണ്ടറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏത് ആക്ട് ആണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ടിന്റെ അണ്ടറിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ഏത് വർഷമാണ് ആക്ട് വന്നിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ 1997 ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ട്രൈയുടെ ചെയർമാൻ? ചെയർമാൻ ആരാണെന്ന് നമ്മൾ പഠിച്ചു, അനിൽകുമാർ ലഹോട്ടി ആണെന്ന് പഠിച്ചു അല്ലേ. ഇനി ട്രൈയുടെ ഫുൾ ഫോം എന്താണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. ട്രൈയുടെ ഫുൾ ഫോം എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1997 അണ്ടറിലാണ്. ഏത് വർഷമാണ്? 1997. നിങ്ങൾക്ക് ഓപ്ഷനിൽ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്ന് കാണും, വർഷം മാറ്റി കൊടുത്തേക്കും. 1997 കാണാം, 1996 കാണാം, 1995 കാണാം, അങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? 1997 ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നും കൂടെ ചോദിക്കുകയാണ്, TRAI ട്രൈയുടെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാണ്? റീസെന്റ് ആരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് ഉങ്ങളെ തേടി ഉങ്കൾ ഊരിൽ സ്കീം? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമുക്ക് ആ ഒരു സ്ലാങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏത് സ്റ്റേറ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഉങ്ങളെ തേടി ഉങ്കൾ ഊരിൽ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റ് ആയിരിക്കും? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏത് സ്റ്റേറ്റ് ആണ്. തമിഴ്നാടു ആണ് അല്ലേ, തമിഴ്നാടു ആണ് ആൻസർ എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാടു ആണ് ഉങ്ങളെ തേടി ഉങ്കൾ ഊരിൽ എന്ന് പറയുന്ന സ്കീം എന്ത് ചെയ്തിട്ടുള്ളത്? ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ ആ ഒരു താലൂക്കിലൊക്കെ എന്ത് വേണം? സ്കീമുകൾ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നടക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അവർ നടത്തുന്ന ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന സ്കീമുകളൊക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന, ഇന്ത്യൻ ഗവൺമെന്റ് അല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന സ്കീമുകളെല്ലാം എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഡെലിവർ ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉങ്ങളെ തേടി ഉങ്കൾ ഊരിൽ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ആ ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ആരാണ് പ്രസന്റ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് തമിഴ്നാടുവിന്റെ? MK സ്റ്റാലിൻ. ആരാണ്? MK സ്റ്റാലിൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഉങ്ങളെ തേടി ഉങ്കൾ ഊരിൽ സ്കീം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്? തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ NTPC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാംസ് ആണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ, TTR തുടങ്ങിയ നല്ലൊരു പോസ്റ്റിലേക്ക് റെയിൽവേയിൽ നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കായിട്ട് ദിശ അക്കാഡമി പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനാണ് ആഗ്രഹം, നിങ്ങളൊരു ഫാമിലി വുമൺ ആണ്, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ഓഫ്ലൈനിൽ വന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് നല്ലൊരു ഫെയർ പ്രൈസിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ദിശ അക്കാഡമിയുടെ NTPC ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് NTPC ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട്, PDF ക്ലാസ് നോട്ട്സ്, ലൈവ് ക്ലാസ്സസ്, ലൈവ് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡഡ് ക്ലാസ്സസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ടൈം കിട്ടിയില്ല പഠിക്കാൻ, ലൈവിൽ കയറാൻ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസും 15 മിനിറ്റ് ശേഷം അതിൽ അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഈ ഒരു ബാച്ചിൽ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ തമിഴ്നാടുവിൻ്റെ കാര്യമാണല്ലേ പറഞ്ഞത്. തമിഴ്നാടുവിൽ റീസെൻ്റ്ലി ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, റീസെൻ്റ്ലി ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 2020 സൈബർ സെക്യൂരിറ്റി പോളിസി ഒന്നും കൂടി റിന്യൂ ചെയ്തിട്ട് സൈബർ സെക്യൂരിറ്റി പോളിസി 2.0 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാടു ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? സൈബർ സെക്യൂരിറ്റി 2.0. അപ്പോൾ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ. സൈബർ സെക്യൂരിറ്റി 2.0 ലോഞ്ച്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? തമിഴ്നാടു ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു പുതിയ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സ്പീഷീസിന്റെ പേരെന്താണ്? കർഹോട്ടസ് പിപ്പറസ്. അതൊരു സ്പൈഡർ ആണ്. ഒരു ന്യൂ സ്പീഷീസ് ആയിട്ടുള്ള കറോട്ടസ് പിപ്പറസ് ഡിസ്കവർ ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? തമിഴ്നാടുവിൽ നിന്നാണ്. ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? തമിഴ്നാടുവിൽ നിന്നാണ്. ഇനി ഈ ഒരു പുതിയ സ്പീഷീസ് ഡിസ്കവർ ചെയ്തത് എവിടെ നിന്നാണെന്ന് ചോദിക്കാം. എവിടെ നിന്നാണ്? പളനി ഹിൽസ് ഓഫ് തമിഴ്നാടുവിൽ നിന്നാണ് ഈ ഒരു സ്പൈഡർ സ്പീഷീസ്, പുതിയൊരു സ്പീഷീസ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അടുത്ത പറയാനാണെങ്കിൽ മണ്ണുയർ കാത്ത് മണ്ണുയർ കാപ്പും
MK സ്റ്റാലിൻ ചീഫ് മിനിസ്റ്റർ ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് മണ്ണുയിർ കാത്ത് മണ്ണുയിർ കാപ്പും. മുന്നത്തെ ഒരു കറണ്ട് അഫെയർ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് മണ്ണുയിർ കാത്ത് മണ്ണുയിർ കാപ്പും. ഓക്കെ, സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, സോയിൽ ഫെർട്ടിലിറ്റി അതുപോലെ ഹെൽത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്, തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്, ചീഫ് മിനിസ്റ്ററിന്റെ മണ്ണുയിർ കാത്ത് മണ്ണുയിർ കാപ്പും. എന്താണ് സ്കീമിന്റെ പേര്? മണ്ണുയിർ കാത്ത് മണ്ണുയിർ കാപ്പും. അപ്പൊ ഈ ഒരു സ്കീം തന്നെ പേരായിട്ട് ചോദിക്കാം, മണ്ണുയിർ കാത്ത് മണ്ണുയിർ കാപ്പും. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സ്ലാങ് വരുന്നത് തമിഴ്നാടു സ്റ്റൈലിലാണ് അല്ലെ, തമിഴിലാണ് ആ ഒരു ടൈറ്റിൽ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന്റെ ബഡ്ജറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 206 crore ആണ്. എത്രയാണ് ബഡ്ജറ്റ്? 206 crores ആണ് ബഡ്ജറ്റ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത തമിഴ്നാടുവിലെ വേറൊരെണ്ണം കൂടി നടന്നിട്ടുണ്ട്. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് റീസെന്റ് 23 ഡോഗ് ബ്രീഡ്സിനെ ഫെറോഷ്യസ് സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഹിബിറ്റ് ചെയ്തൊക്കെയാണ് 23 ഡോഗ് സ്പീഷീസിനെ, ഇൻക്ലൂഡിങ് ഏതൊക്കെയാണെന്നറിയാമോ? ഇൻക്ലൂഡിങ് റോഡ് വീലർ, പിറ്റ്ബുൾ ടെറിയർ ആൻഡ് ടോസൈനും. ഓക്കെ, ഈ ഒരു ബ്രീഡ്സിനെ ഉൾപ്പെടെ 23 ഡോഗ്സിനെ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ബാൻ ചെയ്തേക്കുന്നത്? തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ബാൻ ചെയ്തേക്കുന്നത്. തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, തമിഴ്നാടു അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് 23 ഡോഗ് ബ്രീഡ്സിനെ ഫെറോഷ്യസ് ഇനത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അടുത്ത ഒരെണ്ണം പറയുകയാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് നീൽഗിരി താറിനെ പറ്റിയിട്ട് ഒരു 3 days സർവേ നടത്തിയിട്ടുണ്ട്. അതും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതാണ്. നീൽഗിരി താഴ്സിനെ പറ്റിയിട്ട് സർവേ നടത്തിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നീൽഗിരി താഴ്സിനെ പറ്റിയിട്ട് ഒരു സർവേ നടത്തിയത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു 3 days സർവേ നടത്തിയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ നീൽഗിരി താഴ്സിനെ പറ്റിയിട്ട്, നീൽഗിരി താഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമിഴ്നാടിന്റെ സ്റ്റേറ്റ് എലിമെന്റ് ആണ് അല്ലെ. നീൽഗിരി താഴ്സിനെ പറ്റിയിട്ട് ഒരു 3 days സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയെന്ന് ചോദിച്ചാൽ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാ? ഓക്കെ. Okay, moving on to next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which country's cosmonaut Oleg Kononenko sets world record for most time in space? സ്പേസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതിനുള്ള വേൾഡ് റെക്കോർഡ് നേടിയത് ഏത് കൺട്രിയുടെ കോസ്മോണറ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോസ്മോണറ്റ് ഒലെഗ് കൊണെങ്കോ. ഓക്കെ, ഏതാണ്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം സ്പേസിനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് ഒരു ഹിന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ കിട്ടും. കോസ്മോണറ്റ് ഒലെഗ് കൊണെങ്കോ സെറ്റ്സ് വേൾഡ് റെക്കോർഡ്. ഓക്കെ, ഈ കോസ്മോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്മോണറ്റ് എന്താണ്? കോസ്മോണറ്റ് ഒരു രാജ്യത്ത് നിന്നുള്ള ഒരു ആസ്ട്രോണറ്റിനെയാണ് കോസ്മോണറ്റ് എന്ന് പറയുന്നത്. ഏത് രാജ്യമായിരിക്കും? ഏതാണ്? റഷ്യയാണ് കേട്ടോ. അപ്പൊ ഏത് രാജ്യത്ത് നിന്നുള്ള കോസ്മോണറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റഷ്യയാണ്. കോസ്മോണറ്റ് എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് പോകുന്ന സ്പേസ് ആസ്ട്രോണറ്റിനെയാണ് കോസ്മോണറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്മോണറ്റ് ഒലെഗ് കൊണെങ്കോ സെറ്റ്സ് ദ വേൾഡ് റെക്കോർഡ് ഫോർ മോസ്റ്റ് ടൈം ഇൻ ദ സ്പേസ്. അപ്പൊ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സ്പേസിൽ നിന്ന് സ്പേസിൽ മോസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്തതിന് ഒലെഗ് കൊണെങ്കോ വേൾഡ് റെക്കോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് കൺട്രിയിൽ നിന്നുള്ള ആളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് കൺട്രിയാണ്? റഷ്യയാണ്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? സ്പേസിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത കോസ്മോണറ്റ് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആരാണ്? ഒലെഗ് കൊണെങ്കോ. ഒലെഗ് കൊണെങ്കോ. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ?
അദ്ദേഹം എത്രയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്? 878 പ്ലസ് ഡേയ്സ് അറ്റ് സ്പേസ്. 878 പ്ലസ് ഡേയ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് എത്രയാണ്? 878 പ്ലസ് ഡേയ്സ് ആണ് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആരാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഒലെഗ് കൊണങ്കോ ആണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏത് രാജ്യക്കാരനാണ്? റഷ്യയാണ് രാജ്യക്കാരൻ. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ വൈസ് ചീഫ് ഓഫ് ദ ഇന്ത്യൻ ആർമി? ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ, ആൻസർ ആദ്യം തന്നെ പറയാം. ഓക്കെ ഓക്കെ വൈസ് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ആയിട്ട് ഈ അടുത്ത് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരായിരുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആരാണ്? NS രാജ സുബ്രഹ്മണ്യാണ് കേട്ടോ. നേരത്തെ ആരായിരുന്നു? ഉപേന്ദ്ര ദ്വിവേദി ആയിരുന്നു. ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. NS രാജ സുബ്രഹ്മണ്യാണ് എന്ത് വൈസ് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉപേന്ദ്ര ദ്വിവേദി എന്ന് പറയുന്നത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയും. അതുപോലെ വൈസ് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? NS രാജ സുബ്രഹ്മണ്യാണ്. NS രാജ സുബ്രഹ്മണ്യാണ് എന്ത് വൈസ് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി. ആൻഡ് ആർമിയുടെ ചീഫ്, ആർമി സ്റ്റാഫിന്റെ ചീഫായിട്ട് മാറിയത് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. അഹമ്മദ് അവാദ് ബിൻ മുബാറക് became the new prime minister of which country? ഏത് കൺട്രിയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് അഹമ്മദ് അവാദ് ബിൻ മുബാറക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സൗദി അറേബ്യ, യമൻ, ഇറാൻ, ഒമാൻ. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആൻസർ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ മനസ്സിൽ പറയോ ഒക്കെ ചെയ്തോളൂ. ഏതായിരിക്കും ആൻസർ? അഹമ്മദ് അവാദ് ബിൻ മുബാറക് became the new prime minister of which country? ഏത് കൺട്രിയുടെയാണ്? യമൻ ആണ് കേട്ടോ ആൻസർ. ഏത് കൺട്രിയുടെയാണ്? യമന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് അഹമ്മദ് അഹമ്മദ് അവാദ് ബിൻ മുബാറക് പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയത് ഏത് കൺട്രിയുടെയാണ്? യമന്റെയാണ്. ഏത് കൺട്രിയുടെയാണ്? യമന്റെയാണ്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതൊരു അപ്പോയിന്റ്മെന്റ് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അഹമ്മദ് ബിൻ മുബാറക് became the new prime minister of, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കാം, യമന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? അപ്പൊ ഈ രണ്ട് കാര്യവും നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. അഹമ്മദ് അവാദ് ബിൻ മുബാറക് ആണ് എന്തിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ? യമന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് മുകേഷ് അംബാനി ഇൻ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024? അപ്പോൾ ആ ഒരു ഇൻഡെക്സ് നിങ്ങൾ പേര് നോക്കിക്കോളാം. ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024 മുകേഷ് അംബാനിയുടെ റാങ്ക് എന്തായിരുന്നു? നിങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തിത്വം അല്ലേ മുകേഷ് അംബാനിയുടെ? റാങ്ക് എന്താണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024. ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024. അതിൽ മുകേഷ് അംബാനിയുടെ റാങ്ക് എത്രയാണ്? സെക്കൻഡ് റാങ്ക് ആണ്. ഏതാണ്? സെക്കൻഡ് റാങ്ക് ആണ്. മുകേഷ് അംബാനിയുടെ റാങ്ക് എത്രയാണ്? സെക്കൻഡ് റാങ്ക് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് മുകേഷ് അംബാനി ഇൻ ദ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സിന്റെ പേരെന്താണ്? ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024. എത്രാമത്തെ സ്ഥാനമാണ്? സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹുവാതെങ് മായാണ്. ഓക്കെ, ഫ്രം ചൈനയിൽ നിന്നുള്ള ഹുവാതെങ് മായാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹുവാതെങ് മായാണ്. സെക്കൻഡ് റാങ്ക് ആർക്കാണ്? മുകേഷ് അംബാനിക്കാണ്. ഓക്കെ, സെക്കൻഡ് റാങ്ക് ആർക്കാണ്? മുകേഷ് അംബാനിക്കാണ്. എന്തിനാണ് ഇങ്ങനെ സൈഡിൽ നോട്ട് കൊടുത്തേക്കെന്ന് അറിയാമോ? നിങ്ങൾക്ക് പറയുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ നോട്ട് കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്തോളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള റിലേറ്റഡ് ഫാക്ട്സ് ആണ് സൈഡിൽ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കി പോവാതെ അതുകൂടി നോട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് റിസീവ്ഡ് RBI അപ്രൂവൽ ഫോർ സ്റ്റാക്ക് അക്വിസിഷൻ ഇൻ 6 ബാങ്ക്സ്? 6 ബാങ്ക്സിൽ സ്റ്റാക്ക് അക്വിസിഷൻ അപ്രൂവൽ RBIയിൽ നിന്നും കിട്ടിയ ബാങ്ക് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, RBIയിൽ നിന്നും 6 ബാങ്കുകളിൽ സ്റ്റാക്ക് അക്വിസിഷൻ അപ്രൂവൽ കിട്ടിയ ബാങ്ക് ഏതാണ്? YES ബാങ്ക് ആണോ, HDFC ആണോ, ബന്ധൻ ബാങ്ക് ആണോ, കോടക് M ബാങ്ക് ആണോ? ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ആൻസർ പറയട്ടെ. ആൻസർ HDFC ആണ്. ഏതാണ്? HDFC ആണ്. HDFC ബാങ്കിനാണ് RBIയിൽ നിന്നും 6 ബാങ്കിലേക്കുള്ള സ്റ്റാക്ക് അക്വിസിഷൻ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ 6 ബാങ്ക് ഏതാന്ന് നോക്കാം. 6 ബാങ്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ICICI ബാങ്ക്, അടുത്തത് ആക്സിസ് ബാങ്ക്, അതിനടുത്തത് ഇൻഡസിൻഡ് ബാങ്ക്, അതുപോലെ YES ബാങ്ക്, ബാന്ധൻ ബാങ്ക്, സൂര്യോദയ് സ്മാൾ ഫിനാൻസ് ബാങ്ക്. ഏതൊക്കെ ബാങ്കുകളിലേക്കുള്ള അക്വിസിഷൻ ആണ് HDFCക്ക് കിട്ടിയിട്ടുള്ളത്? ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്, YES ബാങ്ക്, ബന്ധൻ ബാങ്ക്, സൂര്യോദയ് സ്മാൾ ഫിനാൻസ് ബാങ്ക്. ഇത്രയും ബാങ്കിലേക്കുള്ള സ്റ്റാക്ക് അക്വിസിഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ബാങ്ക്സിന്റെ പവർ ഇനി ആർക്കാ? HDFCക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ 9.1% സ്റ്റാക്ക് അക്വിസിഷൻ പവറും ആർക്കുണ്ട്? HDFCക്ക് ഉണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള 6 ബാങ്കുകളുടെ മുകളിൽ സ്റ്റാക്ക് അക്വിസിഷൻ കിട്ടിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? HDFC ആണ്. HDFC ബാങ്കിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാക്ക് അക്വിസിഷൻ വരുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്, YES ബാങ്ക്, ബന്ധൻ ബാങ്ക്, സൂര്യോദയ് സ്മാൾ ഫിനാൻസ് ബാങ്ക്. ഓക്കെ ഓക്കെ, സ്റ്റാക്കിംഗ് ഒക്കെ അറിയാലോ അല്ലേ? ഓഹരി അറിയാലോ അല്ലേ? പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. റീസെന്റ് ദിവ്യ കലാമേള 2024 ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ദിവ്യ കലാമേള? എന്താണ് ആ ഒരു ഫെസ്റ്റിവലിന്റെ പേര്? ദിവ്യ കലാമേള 2024. ഫെസ്റ്റിവൽസ് ഉറപ്പായിട്ടും ചോദിക്കും. GKയിൽ നിന്നായാലും ചോദിക്കും, കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്നായാലും ചോദിക്കും. ഫെസ്റ്റിവൽസ് അവാർഡ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. CGL എക്സാംസ് ഒക്കെ വന്നു പോയപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫസ്റ്റ് ഷിഫ്റ്റിന്റെയും സെക്കൻഡ് ഷിഫ്റ്റിന്റെയും തേർഡ് ഷിഫ്റ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളവരൊക്കെ അറിയാം. ഫെസ്റ്റിവൽസ്, ഡാൻസസിന് കിട്ടിയ അവാർഡ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ദിവ്യ കലാമേള 2024, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഒരു ഫെസ്റ്റിവൽ ആണല്ലേ. അപ്പൊ ദിവ്യ കലാമേള 2024 റീസെന്റ് ഏത് സ്റ്റേറ്റ് ആണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റ് ആണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? ഏത് സ്റ്റേറ്റ് ആണ്? ത്രിപുരയാണ് കേട്ടോ. ഏത് സ്റ്റേറ്റ് ആണ്? ത്രിപുരയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ആ ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? ദിവ്യ കലാമേള 2024. എന്താണ് ഫെസ്റ്റിവലിന്റെ പേര്? ദിവ്യ കലാമേള 2024. അപ്പൊ ദിവ്യ കലാമേള 2024 ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്? ത്രിപുരയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിപുരയില് അഗർത്തലയിൽ വെച്ചിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദിവ്യ കലാമേള 2024 ഓർഗനൈസ് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? ത്രിപുരയാണ്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? ത്രിപുരയാണ്. എവിടെ വെച്ചാണ് നടത്തിയിട്ടുള്ളത്? അഗർത്തലയിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന? ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഓർഗനൈസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? നോക്കിയേ നിങ്ങൾ, എന്താണ് ആ സ്കീമിന്റെ പേര്? ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന. ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന. അപ്പൊ ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്?
UP, ത്രിപുര, മഹാരാഷ്ട്ര, ഗോവ. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? മഹാരാഷ്ട്രയാണ്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? മഹാരാഷ്ട്രയാണ്. അപ്പൊ മഹാരാഷ്ട്രയാണ് എന്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ചീഫ് മിനിസ്റ്റേഴ്സ് വയോശ്രീ യോജന. ചീഫ് മിനിസ്റ്റേഴ്സ് വയോശ്രീ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ 15 lakh സീനിയർ സിറ്റിസൺസിന് അവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റീസിന് ഒരു എയ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. സ്കീമിന്റെ പേര് ചീഫ് മിനിസ്റ്റേഴ്സ് വയോശ്രീ യോജന. അപ്പൊ ചീഫ് മിനിസ്റ്റേഴ്സ് വയോശ്രീ യോജന എന്താണ് എയിം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം സീനിയർ സിറ്റിസൺസിന് എന്താ ഫിസിക്കലി മെന്റലി അവർ സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത്? മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബില്ലിന്റെ കാര്യം കൂടിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സെഷൻ തീരുകയാണ്. അപ്പോൾ റീസെന്റ് പാസ്സായ ഒരു ബില്ലാണ് എന്ത്? പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. എന്താണ് ബില്ലിന്റെ പേര്? പബ്ലിക് എക്സാമിനേഷൻ ബിൽ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ഓഫ് ബില്ലാണ് 2024ലാണ് ഈ ബില്ല് പാസ്സായിട്ടുള്ളത്. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോക്സഭയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഈ ബില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ലീക്ക് ആവാതിരിക്കാൻ, പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ആവാതിരിക്കുക, ഫെയർ ആയിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഫെയർ എക്സാമിനേഷൻസ് അതുപോലെ ട്രാൻസ്പെറൻസി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ ബില്ല് അനുസരിച്ച് എത്രയാണ് പണിഷ്മെന്റ്? 3 to 5 years പ്രിസണും അതുപോലെ 10 lakh ഫൈനും ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ ബിൽ ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത്? 2024ലാണ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോക്സഭ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എക്സാംസിൽ വരുന്ന ആ ഒരു എന്താ എക്സാം ലീക്ക് ആയി പോവുക എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഫെയർ ആയിട്ട് എക്സാമിനേഷൻസ് നടത്തുക, ആ ഒരു ട്രാൻസ്പെറൻസി, അതാണ് എന്ത് എയിം ചെയ്യുന്നത്? പബ്ലിക് എക്സാമിനേഷൻ ബിൽ 2024 എയിം ചെയ്യുന്നത്. ഈ ഒരു ബിൽ അനുസരിച്ച് പണിഷ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 to 5 years പ്രിസണിങ്ങും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ഫൈനായിട്ട് അടയ്ക്കേണ്ടിയും വരും. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നിങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആ ഒരു തലയിലേക്ക് കുത്തി നിറയ്ക്കല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവുകയാണ്. ആ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് എന്ത് ചെയ്യുക? നിങ്ങളുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തോളാം. ഓക്കെ ആണോ? അപ്പോൾ ഇനി ഒരു സെക്ഷനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.